ഹലോ മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ 3 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോട്ടീസ് റൈറ്റിംഗ്. നോട്ടീസ് റൈറ്റിംഗ് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫോർമാറ്റ് വൃത്തിക്കൊന്ന് പഠിച്ചു വെച്ചാൽ പരീക്ഷയിൽ ഫുൾ മാർക്ക് എളുപ്പത്തിൽ കിട്ടും. ഇങ്ങനെയാണ് നോട്ടീസ് അവസാനം ഉണ്ടാവുക. ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കാണുമ്പോൾ പേടിയൊക്കെ പക്ഷേ സംഭവം ഭയങ്കര സിമ്പിളാണ്. ആദ്യം എന്ത് ചെയ്യുക, നോട്ടീസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. നോട്ടീസ് തന്നെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കൂളോ, മിക്കവാറും സ്കൂളായിരിക്കും, അല്ലെങ്കിൽ സ്കൂളോ കോളേജോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എഴുതി വെക്കുക. നെക്സ്റ്റ് എന്താണ് വേണ്ടത്, ഹെഡിങ്, അഥവാ എന്തിനെ പറ്റിയിട്ടാണ് ആ നോട്ടീസ്, അല്ലേ, ഇനോഗ്രേഷൻ ഓഫ് ദി ലൈബ്രറി ബിൽഡിംഗ് ആണ്, അത് എന്താണോ ഇവന്റ് അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നോട്ടീസിന് കൊടുക്കുന്നു, സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, എന്താണോ ആ നോട്ടീസിൻ്റെ വിഷയം അത് കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുക, സാല്യൂട്ടേഷൻ, ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, മിക്കവാറും സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ആയിരിക്കും, അല്ലെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യം പറയാം, ദ ഇനോഗ്രേഷൻ ഓഫ് ദ ന്യൂ ലൈബ്രറി ബിൽഡിംഗ് ഇസ് ഷെഡ്യൂൾ ആസ് ഡീറ്റെയിൽ ബിലോ. അപ്പോൾ അല്ലേ ഇത് പെർട്ടിക്കുലർ ഇവന്റ് ഡാഷ് ഇവന്റ് ഇസ് ഷെഡ്യൂൾ ആസ് ഗിവൺ ബിലോ എന്ന് പറയുക. എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടതാണ് ഡേറ്റ് കുത്തുകുത്ത് ഡേറ്റ് എഴുതി വെക്കുക, ടൈം കുത്തുകുത്ത് ടൈം എഴുതി വെക്കുക, വെന്യൂ എവിടെയാണ് അത് നടക്കാൻ പോകുന്നത്, ലൈബ്രറി ബിൽഡിംഗ് ആണ്, ലൈബ്രറി ബിൽഡിംഗ് കുത്തുകുത്ത്, ഈ 3 കാര്യം ഡേറ്റ് ടൈം വെന്യൂ വേണം. ഓക്കെ, ഈ 3 കാര്യം കൊടുക്കുക. പിന്നെ അതിൻ്റെ എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽ കൊടുക്കുക. അത് ഇന്നോഗ്രൽ സെറിമണി വിൽ ബി ഫോളോഡ് ബൈ എ ഡിജിറ്റൽ ഡിസ്പ്ലേ ഓഫ് ബുക്സ്. പിന്നെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദി ഫംഗ്ഷൻ. പരിപാടി തീർക്കുക. ഇവിടെ പ്ലേസും ഡേറ്റും കൊടുക്കുക. അപ്പുറത്ത് ആരാണോ ഒരു ക്ലബിൻ്റെ സെക്രട്ടറി വല്ലതായിരിക്കും ഉണ്ടാവുക, അപ്പോൾ അയാളുടെ സിഗ്നേച്ചർ എന്ന് എഴുതിയാൽ മതി. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നെയിം, ഡെസിഗ്നേഷൻ എന്തായാലും കൊടുക്കണം. നിങ്ങൾ നെയിം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡെസിഗ്നേഷൻ, ഒരു കൾച്ചറൽ സെക്രട്ടറിയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക, ആ ഡെസിഗ്നേഷൻ കൊടുക്കുക. സീല് വേണമെങ്കിൽ കൊടുത്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോർമാറ്റിൽ പറയുന്നുണ്ട്, പക്ഷേ വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ ബേസിക് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് കിട്ടി. നോക്കുക, ദ സയൻസ് ക്ലബ് ഓഫ് എ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു അറേഞ്ച് എ ഫംഗ്ഷൻ ടു ഓണർ ദി പാഡ്മാൻ ഓഫ് ഇന്ത്യ അരുണാചലം മുരുകനാഥം ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദി സൊസൈറ്റി. പ്രിപ്പയർ ദ ലൈക്ലി നോട്ടീസ്. അപ്പം ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാക്കി, അതിൻ്റെ നോട്ടീസ്, ഒരു ഇവന്റ് ഉണ്ടാക്കി അതിൻ്റെ നോട്ടീസാണ്. ഫോർമാറ്റ് എന്താ, ഫോർമാറ്റ് സിമ്പിൾ. ഫസ്റ്റ് നോട്ടീസ് എന്ന് എഴുതുക, സ്കൂളിൻ്റെ പേര് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അടുത്തെന്താണ്, അപ്പോൾ ഫെലിസിറ്റേഷൻ, ആ ഇവന്റ് എന്താണെന്നുള്ള ഫെലിസിറ്റേഷൻ ടു പത്മശ്രീ അരുണാചലം മുരുകനാഥൻ, അല്ലെ ഇവന്റ് ടു ഓണർ അരുണാചലം മുരുകനാഥൻ. അത് ഓവർ ഭയങ്കര ഇതാക്കൊന്നും വേണ്ട, അതും കൊണ്ട് എഴുതി വെക്കുക. എന്താ വെച്ചാൽ ഇവന്റ് ടു ഓണർ, ഇവിടെ ഓണർ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിനെ ഉപയോഗിച്ചാൽ മതി. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഭാഷ കഴിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രയോഗിച്ചോളൂ, പക്ഷേ അതിൽ സമയം കളയരുത്, അത്രേ ഉള്ളൂ. പിന്നെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, ഫസ്റ്റ് തന്നെ കാര്യം പറയുന്നത് സയൻസ് ക്ലബ് ഓഫ് ദി സ്കൂൾ ഈസ് ഓർഗനൈസിങ് ഫംഗ്ഷൻ ടു ഓണർ പാഡ്മാൻ, ഉള്ള കാര്യങ്ങൾ പറയാം. ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. സിമ്പിളായിട്ട് ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. ഡേറ്റ്, ടൈം, വെന്യൂ കൊടുക്കുക, വൃത്തികം കൊണ്ട് കൊടുത്തേക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഈ കഴിഞ്ഞിട്ട് എന്തുണ്ടാവും എന്നൊക്കെ വേണം പറയാം. ദ ഫെലിസിറ്റേഷൻ സെറിമണി വിൽ ബി ഫോളോഡ് ബൈ എൻ ഇന്ററാക്ഷൻ വിത്ത് ദ ചീഫ് ഗസ്റ്റ് ഇൻ എക്സിബിഷനുള്ള ഓൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദി ഫംഗ്ഷൻ. കഴിഞ്ഞു. പ്ലേസ്, ഡേറ്റ് ഇവിടെ എഴുതി വെക്കുക, സീലിൽ നിന്ന് വെറുതെ ഇവിടെ എഴുതി വെക്കുക. സിഗ്നേച്ചർ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സിഗ്നേച്ചർ എന്തായാലും ഇട്ട് വെക്കല്ലേ. അപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സിഗ്നേച്ചർ എന്ന് വെറുതെ കൊടുക്കുക, നെയിം എന്ന് വെറുതെ കൊടുക്കുക. നെയിം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ XYZ എന്ന് എഴുതാം. പബ്ലിക് എക്സാമിനൊക്കെ അപ്പിയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സ്വന്തം പേര് ഒരിക്കലും എഴുതാൻ പാടില്ല. പിന്നെ ഡെസിഗ്നേഷൻ എന്തായാലും വേണം. സെക്രട്ടറി സയൻസ് ക്ലബിൻ്റെ പരിപാടിയായതുകൊണ്ട് സെക്രട്ടറി സയൻസ് ക്ലബ് ആയിരിക്കും. വേറെ എന്തെങ്കിലും ക്ലബ്ബാണെങ്കിൽ അതിൻ്റെ ക്ലബിൻ്റെ എഴുതി വെക്കാം. ദിസ് ഇസ് ഇറ്റ്. ഇത്രയുള്ള പരിപാടി വൃത്തി അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 2-3 എക്സ്ട്രാ നോട്ടീസിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്, അതിന് ആൻസറും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട്സ് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നോട്ട്സിൻ്റെ, അതെടുത്തിട്ട് ഒന്ന് വെറുതെ വായിച്ചു നോക്കുക. ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, ഇത് ഫോർമാറ്റാണ് ഇന്നലെ മെയിൻ. ആ ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ആ ഫുൾ മാർക്ക് അങ്ങോട്ട് കിട്ടിക്കൊള്ളൂ. ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. 3 മാർക്ക് ചിലപ്പോൾ 4 മാർക്കിനൊക്കെ വരാം. അപ്പോഴും പേടിക്കേണ്ട, ഇതേ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെട്ടി വേണം കേട്ടോ. എല്ലാം കൂടെ എഴുതി അവസാനം പെട്ടി മറക്കരുത് എന്നുള്ള കാര്യം കൂടെ ഉറപ്പിക്കും. നോട്ടീസ് ഈസി ആയിട്ട് നിങ്ങൾ മാർക്ക് വാങ്ങിച്ചോളൂ. വീഡിയോ യൂസ്ഫുൾ ആണ്, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.